2012 മോഡൽ വരുന്ന ലോ കിലോമീറ്റർ ഓടിയ 1,59,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു അടിപൊളി 2 വീല് ഓട്ടോമാറ്റിക് ഫോർച്യൂണറുമായിട്ടാണ് നമ്മൾ സെയിൽ ഓടുന്നുള്ളത് കേട്ടോ. ഈ വാഹനത്തിന് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ വാഹനം നമുക്ക് പാർക്കസയിലൊന്നും വാഹനമായതുകൊണ്ട് പോളിഷിങ്ങോ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ ചെയ്തില്ല. കമ്പനി പെയിൻറ്റിൻ്റെ കൂടുതൽ ഭാഗമുള്ള കേട്ടോ. ബമ്പറിലൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് ഉണ്ടെങ്കിലും ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. അതേപോലെ എൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. Type 3 അലോയ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മുകളിൽ റൂഫ് റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഇറങ്ങിയ ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഡിക്കി കാര്യങ്ങളൊക്കെ കമ്പനി പെയിൻറ്റിനാണ്. ടച്ചിങ് കാര്യങ്ങളൊന്നും ഡിക്കിമേലൊന്നും ചെയ്തിട്ടില്ല. LED ടൈലാമ്പാണ് വരുന്നത്. അതേപോലെ ബമ്പർമ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് കേട്ടോ. ബമ്പർമലൊക്കെ ചെറിയ ചെറിയ 1-2 മൈന്യൂട്ട് സ്ക്രാച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിൽ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബോഡിമേ 1-2 ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. അതേപോലെ എൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ്. ബെഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി ഇറങ്ങുമ്പോൾ സീറ്റ് കവറാണ്. ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ സീറ്റ് കവറുമുണ്ട്. ഈ 2012 മുതൽ ഈ ഒരു കാലപ്പഴക്കം വരെ ആ ഒരു പഴക്കത്തിൻ്റെ ഇതുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ബാക്കത്തെ ഹെഡ് റെസ്റ്റ് എടുത്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടത്തെ ഹെഡ് റെസ്റ്റ് നമുക്ക് കിട്ടും. ഇത് പാർക്കാസയിൽ ഇത് വാഹനമായതുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഒരു 1000 റുപ്യ കൊടുത്താൽ ഓരോ ഹെഡ് റെസ്റ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. അതേപോലെ ബാക്ക് സീറ്റ് അവർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുവരെ പോളിഷും കാര്യങ്ങളൊന്നും റൂഫിൽ തൊട്ടിട്ടില്ല. ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ പാർട്ടി വണ്ടി ആയതുകൊണ്ട് വാഷും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പുറം സൈഡ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുമില്ല എന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കുക. തട്ടിക്കണ്ടൊരു വർക്ക് എടുക്കുക, ചെറിയൊരു വർക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ മാറ്റാനായിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിത്തരും ചെയ്യും കേട്ടോ. ഈ വാഹനം KL 71 NOC എടുത്ത വാഹനമാണ്. നമ്പർ ആക്കിയിട്ടില്ല പ്രൈസാണ് ഞാൻ പറയുന്നത്. കേരള ടാക്സ് അടച്ചിട്ട് 12,60,000 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ കഴിയും. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.